Morning, everyone. Magic morning. Magic morning. Magic morning. ബേ മാജിക്കിന്റെ 2264 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. AI ഇൻ ലൈവ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് ഓസ്റ്റിൻ സാർ ആണ്. വെൽക്കം ഓസ്റ്റിൻ സാർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. നിങ്ങളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് ലോങ് ടൈം ആയി. ട്രാവലും പരിപാടിയൊക്കെ ആയിട്ട് നടക്കായിരുന്നു. ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. ഞാനിപ്പോ ഡൽഹിയിലാണുള്ളത്. ഒരു 2 ദിവസം ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 ആഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ നല്ല ടൂറിലാണ്. എല്ലാവരും വിചാരിക്കും നല്ല സുഖമാണ്. അങ്ങനെ വലിയ സുഖമൊന്നുമില്ല. ബിസിനസ് ട്രിപ്പാണ്, ഫാമിലി ട്രിപ്പോ എന്റർടൈൻമെന്റ് ട്രിപ്പോ ഒന്നും അല്ല. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ആരെങ്കിലും ഒന്നും പറ. എന്തെങ്കിലും സുഖാണോ? എന്തെന്റെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു സാർ. ആണല്ലേ? നന്നായിട്ട് പോകുന്നു. മണി സാറൊക്കെ ആണല്ലേ? ഓക്കെ ഓക്കെ. എന്നെ മിസ്സൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? ഓക്കെ, മിസ് ചെയ്തു സാറിനെ. വെരി ഗുഡ്. അപ്പൊ ഞാനിന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഹോട്ടലാണ്. അതുകൊണ്ട് ലൈറ്റ് ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടൂല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും ചെരിഞ്ഞിരിക്കണ, ഇൻ ദ സെൻസ് ലൈറ്റ് ഒന്ന് റെഡി ആവാൻ വേണ്ടി ഹോട്ടലിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്നാലും കുറച്ചും കൂടി നമുക്കതിനെ ഒരു അവയർനെസ് കൊണ്ടുവരാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിത് എടുത്തത്. ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് AI ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഹലോ, ജീവിതത്തിൽ AI ഉപയോഗിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? മൊബൈലില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാത്ത ആൾക്കാര് ആരൊന്നും പറയണില്ലേ? യെസോ നോ പറ. ഇല്ല എന്ന് പറഞ്ഞല്ലേ? എന്നാ ഹലോ ഹലോ, AI ഉപയോഗിക്കാത്തവര് ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അതായത് ഉണ്ടാവില്ല, ഏതാ കുറവാണ്. കേട്ടില്ല? ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ. ഉണ്ടാകാൻ സാധ്യതയില്ല. മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇതില് നിങ്ങൾ AI എന്ന് പറയുമോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യും. നിങ്ങൾ AI ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാരോടായിരുന്നു ചോദ്യം. നിങ്ങൾ AI ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഏതാണ് AI ഉപയോഗിക്കുന്നതെന്ന് പറയാവോ? ഏതാണ് ബഷീർ സാറേ? ജെമിനി ഉപയോഗിക്കുന്നുണ്ട്. ChatGPT, ജെമിനി. പിന്നെ വേറെ ഏതെങ്കിലും? ചൈന വേറെ കുറെ ആപ്പുകളുണ്ട് ഇതിന്. കോപൈലറ്റ്. ഓക്കെ, പിന്നെ വേറെ ആരെങ്കിലും? കഴിഞ്ഞ നിങ്ങള് AI ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാ ChatGPT ജെമിനിയൊക്കെ നിങ്ങൾ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് AI ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല എന്ന് എനിക്കറിയാം. കാരണം സോറി, നമ്മുടെ ലൈഫിന്റെ ഓരോ സെക്കൻഡിലും നമ്മളെ ഡിജിറ്റൽ ഡിവൈസിൽ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഓരോ സെക്കൻഡും കൺട്രോൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം എന്ന് പറഞ്ഞത്. ഇപ്പോ നിങ്ങളിലെ എത്ര പേര് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്? വെറുതെ ഒരു നോക്കിയില്ലേ, ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ എത്ര പേരുണ്ട്? ആരുമില്ലേ? ഉണ്ട് സാർ. ഉണ്ട്. ഓക്കെ, നിങ്ങളൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടാ. കാര്യം ഇങ്ങനെ വെറുതെ ഇരുന്ന് ഉറങ്ങല്ലേ. ദിയ, ഹലോ. ദിവ്യ എന്താ പറയാനുണ്ടോ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഒരു ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാല് ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്നത് ഫുൾ AI-ലാണ്. അതായത് നിങ്ങൾ ഒരു വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഡെസ്റ്റിനേഷൻ ഇട്ടു, ഇവിടെ നിന്ന് കൊയിലാണ്ടി പോകണം, അല്ലെങ്കിൽ കോഴിക്കോട് പോകണം, ട്രിവാൻഡ്രം പോകണം എന്ന ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ വണ്ടി ഏകദേശം എത്ര മണിക്ക് അവിടെ എത്തും, പോകുന്ന വഴിക്ക് ട്രാഫിക് ഉണ്ടോ, റെഡ് ഉണ്ടോ, ഗ്രീൻ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട്. ഇനിയിപ്പോ ഒരു സ്ഥലത്ത് ബ്ലോക്ക് ആണ്, ഏത് വഴിക്ക് തിരിച്ചു പോകണം, ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? മനുഷ്യനെ പോലെ.
ഇതെല്ലാം തീരുമാനിക്കുന്ന AI ആണ്. എത്ര ലിറ്റർ ഇത് പെട്രോൾ ആവുന്ന കാര്യമാണ്. ഏതാ എത്ര ലിറ്റർ പെട്രോൾ ചെലവാകുന്ന കാര്യമാണ്. ആ എത്ര രൂപയുടെ പെട്രോൾ ചെലവാകുന്നവരെ ചിന്തിക്കും. ഞാൻ പറഞ്ഞത് ഏറ്റവും സിമ്പിൾ സാധനങ്ങളാണ്. പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കും, യൂട്യൂബില് നമ്മൾ എങ്ങനെ യൂട്യൂബിന് അഡിക്റ്റ് ആയി പോയേ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് എന്തുകൊണ്ടാണ് നമ്മൾ അഡിക്റ്റ് ആയി പോയേ? കാരണം ഇവിടെയും വർക്ക് ചെയ്യുന്നത് AI ആണ്. AI വർക്ക് ചെയ്യണത് എന്തുകൊണ്ടാ? അതായത് നമ്മൾ ഒരു പോസ്റ്റ് കാണുമോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമോ, AI ഓൺ ദ സ്പോട്ടിൽ ഡാറ്റ ടേക്കപ്പ് ചെയ്യാണ്. ഓസ്റ്റിന് മോട്ടിവേഷൻ ആണ് താല്പര്യം, അതല്ലെങ്കിൽ മേഘയ്ക്ക് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള നോട്ട്സ് ആണ് താല്പര്യം, ബഷീർ സാറിന് ഫിനാൻസ് ആണ് താല്പര്യം. നമ്മൾ എപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് അവൻ ഇങ്ങനെ ഒരു ചൂണ്ട പോലെ കുറെ ക്ലിപ്സ് വലിച്ചെറിയുമ്പോൾ അതിൽ ഏത് സാധനമാണ് ഞാൻ കാണുന്നത്? ഇനി കണ്ട ഏതെങ്കിലും ഒരു വീഡിയോ രണ്ടാമത് കാണുന്നുണ്ടോ? അതായത് ഇപ്പൊ നമുക്ക് റീൽസിലൊക്കെ നമ്മൾ ഒരു വീഡിയോ വരുന്നു, ആ വീഡിയോ കണ്ടുന്നു, നമുക്കത് ഒന്നും കൂടി മനസ്സിലായില്ല, കുറച്ചും കൂടി കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി കണ്ടു കഴിഞ്ഞാൽ is detecting that okay you like the content. പിന്നെ നിങ്ങൾക്ക് വരുന്ന സജഷൻസും കാര്യങ്ങളെല്ലാം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭാവിയിൽ ഇപ്പോഴേ തന്നെയായി കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു തീരുമാനങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടി മറ്റാരൊക്കെയോ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കും. അത് ഒരു സത്യമായ കാര്യമാണ്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട ആ സിനിമയെ പറ്റിയുള്ള ഇത് വരും. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് മ്യൂസിക് ഉപയോഗിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. യൂട്യൂബ് ഉപയോഗിക്കും, പെർഫെക്റ്റ്ലി ഫൈൻ. അതിന്റെ പെയ്ഡ് വേർഷനിൽ വരുമ്പോൾ യൂട്യൂബ് മ്യൂസിക് വരും. ഈ യൂട്യൂബ് മ്യൂസിക്കിന്റെ ഏറ്റവും രസം എന്ന് പറയൂ, നമ്മളൊരു പാട്ട് കേട്ടെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു മലയാളത്തില് ഒരു മെലഡി സോങ് ആണ് കിട്ടുക. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ, ആ രാഗത്തിലുള്ള ഒരു പാട്ടാണ് ഞാൻ കേട്ടെങ്കിൽ പിന്നെ വരുന്ന പാട്ടുകൾ, അതിന് പിന്നാലെ വരുന്ന പാട്ടുകളെല്ലാം ഏകദേശം അതേ രാഗമുള്ളതും അതേ സ്റ്റൈലിലുള്ളതും മലയാളത്തില് ഉള്ള പാട്ടുകൾ ആയിരിക്കും വരുന്നത്. ഇനിയിപ്പോ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ ചിലപ്പോ എവിടെയെങ്കിലും ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ ജിമ്മിലോ എവിടെയെങ്കിലും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റേ ഒരു എന്താ പറയാ ഒരു പാട്ട് ലൈക്ക് റാസ 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 മന്മദ റാസ എന്ന് പറഞ്ഞ ഒരു പാട്ടാണ് ഞാൻ ആദ്യം പ്ലേ ചെയ്യണമെങ്കിൽ പിന്നെ വരുന്ന പാട്ട് മുഴുവൻ തമിഴ് കുത്തുപാട്ടുകളായിരിക്കും. സോ ഇൻ ദ സെൻസ് AI is sensing in that, like Austin would like to hear dance numbers or fast numbers. അപ്പൊ അതുകൊണ്ട് നമ്മള് യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ പറയും. ഇനിയിപ്പോ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഒരു ഫീച്ചർ ഉണ്ട്, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസിലൊക്കെ നിങ്ങൾ ഫോട്ടോസിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് അപ്പുറത്തൊരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഫോട്ടോസ് മാത്രമായിട്ട് എടുത്തുതരും. എത്ര പേര് ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ ഷോപ്പിങ്ങില് ഒക്കെ നമ്മളെ അസിസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു വലിയൊരു ചോദ്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് AI നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, AI ചീത്തയാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂ, നല്ലതാണെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സംഭവം തോന്നുന്നത്. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇന്നത്തെ ജീവിതത്തിൽ നമുക്കറിയാലോ, കാലം മുന്നോട്ട് പോവുകയാണ്. ഇതിനൊക്കെ ഒഴിവാക്കിയും ജീവിക്കാൻ പറ്റും, ഇതിനോടൊക്കെ ഒപ്പവും ജീവിക്കാൻ പറ്റും. ഇന്ന് ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും AI ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കാതെ രക്ഷപ്പെടാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ക്രിയേറ്റിവിറ്റി ഒരിക്കലും മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റില്ല. AI ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പല മേഖലകളിലും, ലൈക്ക് ഇഫ് യു ആർ ഇൻ എ കോമ്പറ്റീഷൻ ഫീൽഡ്, യു വിൽ ബി ബാക്ക്. നിങ്ങൾ പിന്നിലോട്ട് പോകുന്നുള്ള ഒരു കാര്യത്തിന് ഒരു സംശയവുമില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സമസ്ത മേഖലയിലും AI നമ്മുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ പല ഡിസിഷൻസിനെയും AI ഇപ്പൊ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ നടത്തുന്ന ഒരു ഇതാണ്. എനിക്ക് ഈ അടുത്ത് കിട്ടി 2 അഡ്മിഷനും AI തന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല.
ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല. രണ്ടുപേരും ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. രണ്ടുപേരും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതിൽ ആദ്യത്തെ പയ്യൻ ഒരു ദിവസം അവൻ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ അതിൽ അവൻ ഉപയോഗിക്കുന്ന ജെമിനിയും ചാറ്റ് GPT ആണ്. അവൻ ഇങ്ങനെ ചാറ്റ് GPTയോട് ചോദിക്കുകയാണ്, ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് അദ്ദേഹം. ആ പയ്യനാണെങ്കിൽ ഫിൽത്തി റിച്ച് ആണ്, എന്ന് വെച്ചാൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പയ്യനാണ്. അവൻ ചാറ്റ് GPTയോട് ചോദിക്കുകയാണ്, ചാറ്റ് GPT, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്, എന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, എനിക്ക് ഭാവിയിൽ നിലനിൽക്കാനായിട്ട് എന്ത് പഠിച്ചാലാണ് എനിക്ക് നിലനിൽക്കാൻ പറ്റുക ഇനിയുള്ള കാലഘട്ടത്തിൽ? കാര്യം AI ഈസ് കംപ്ലീറ്റ്ലി റീപ്ലേസിങ് മോസ്റ്റ് ഓഫ് ദി ജോബ്സ്. സോ എനിക്ക് എന്ത് പഠിച്ചാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും? AI കൊടുത്ത സജഷൻ എന്താണെന്ന് അറിയോ? നീ ഹാർഡ് സ്കില്ല് പഠിക്കുക, അല്ലെങ്കിൽ ഹാർഡ് കോർ സ്കിൽസ്. ഇപ്പം ITയോ ബാക്കിയുള്ളതൊക്കെ പഠിക്കുന്നതിന് പകരം അവനോട് AI സജസ്റ്റ് ചെയ്ത് നീ ഹാർഡ് കോർ സ്കില്ല് പഠിക്കുക. എന്തൊക്കെ സ്കില്ലാണ്? വെൽഡിങ്, ഫാബ്രിക്കേഷൻ, ഇലക്ട്രിക്കല്, ഇൻസ്ട്രുമെന്റേഷൻ, ഇങ്ങനെയുള്ള സ്കില്ലുകൾ നീ പഠിക്കണം എന്നാണ് AI അവനെ സജസ്റ്റ് ചെയ്തത്. അപ്പൊ AIയോട് അവൻ വീണ്ടും ചോദിച്ചു, ഓക്കെ, ഇതൊക്കെ പഠിക്കാൻ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇത് ഞാൻ എവിടെ പഠിക്കും? അപ്പൊ AI പറഞ്ഞു, കേരളമാണ് ഇതിന് ഏറ്റവും നല്ല സ്ഥലം. ഇതെല്ലാം കൂടി, നീ പറഞ്ഞ സ്കില്ല് എല്ലാം കൂടി കിട്ടണമെങ്കിൽ കേരള ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കേരളത്തിൽ എവിടെ പഠിക്കണം? ചാറ്റ് GPTയോട് ചോദിച്ചു. ചാറ്റ് GPT പറഞ്ഞു, എസ്പവർ അക്കാദമി. അവിടെ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്, ഈ പറഞ്ഞതെല്ലാം നിനക്ക് അവിടെ കിട്ടും എന്ന് ചാറ്റ് GPT പറഞ്ഞു. അവൻ എസ്പവർ അക്കാദമി ഗൂഗിളിൽ സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ചാറ്റ് GPTയോട് ചോദിച്ചാൽ തന്നെ നമ്പർ കിട്ടും. നമ്പർ എടുത്ത് വിളിച്ചു, നമ്മളോട് സംസാരിച്ചു. ആ പയ്യൻ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു. ഫ്ലൈറ്റിനാണ് അവൻ വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. വെൽഡിങ് പഠിക്കാൻ വരുന്നവൻ ഫ്ലൈറ്റിന് വന്ന് നമ്മുടെ സ്ഥാപനത്തിൽ വെൽഡിങ് പഠിച്ചു. ഇന്ന് അവൻ ബാംഗ്ലൂർ കൊച്ചിൻ റിഫൈനറിയിൽ വെൽഡിങ് സൂപ്പർവൈസർ, വെൽഡിങ് QC ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാണ് ബാംഗ്ലൂർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ പയ്യന്റെ ലൈഫിൽ ഒരു വലിയ വഴിത്തിരിവായത് എന്താണ്? ചാറ്റ് GPT ആണ്. അതുപോലെ ഇപ്പൊ അവിടെ ഹെൽത്തിന്റെ കോഴ്സ് പഠിക്കുന്ന ഒരു ലേഡിയും ഇതുപോലെ തന്നെ ചാറ്റ് GPTയോട് ചോദിച്ച് നമ്മുടെ സ്ഥാപനത്തിലെത്തി. ആ സ്ഥാപനത്തിൽ ഒന്ന് ഹെൽത്ത് കെയറിന്റെ കോഴ്സ് പഠിച്ചു. ഇന്ന് ഷീസ് വർക്കിംഗ് ആസ് എ അസിസ്റ്റന്റ് നഴ്സ് ഓൺ ഹെർ 40 ഏജ്. 40-ാമത്തെ വയസ്സിലാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നത്. ഇന്ന് അവള് മാംഗ്ലൂര് അസിസ്റ്റന്റ് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഞാനിത് 2 എക്സാമ്പിൾ പറഞ്ഞതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നൗ ഓൺവേർഡ്സ് AI is going to decide what we need to done, what we have to done. ഇത് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകും. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ നുണയാണോ, അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു മാൻഡേറ്ററി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനെങ്ങനെ ബെസ്റ്റ് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റിനെ, നമ്മുടെ ഒരു നമ്മുടെ ഒരു സ്ട്രെങ്ത്തിനെ കൂട്ടാനായിട്ട് AI നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ AI മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. കാരണം നിങ്ങളുടെ ഏത് മേഖല നിങ്ങൾ എടുത്തോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളെ ചെയ്യും. കാര്യം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത് അറിയില്ല എങ്കിൽ മറ്റുള്ള ആൾക്കാർ അത് ഉപയോഗിക്കും, മറ്റുള്ള രീതിയിൽ നിങ്ങളത് മുന്നോട്ട് പോകും. ഇപ്പൊ ഇതിനകത്ത് മിഷബുണ്ട്, കുറെ ആളുകളുണ്ട് ഇതിനകത്ത്. ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ ജോലിക്കൊന്നും വീട്ടുജോലി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിന്റെ ഓരോ മേഖലയിലും നമുക്ക് വിജയിക്കണമെങ്കിൽ AI നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് പറയാൻ വന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും ആദ്യം നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ചാറ്റ് GPT, ജെമിനി ഒക്കെ തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സാധനം. പിന്നെ ഇപ്പൊ ക്ലൗഡ് ഉണ്ട്, കുറെ ആപ്സ് ആർ കമ്മിങ് എവറി ഡേ. ന്യൂ ആപ്സ് ആർ കമ്മിങ്. ഇത് നൽകുന്ന ഒരു പ്രൊഡക്ടിവിറ്റിയും ഇത് നൽകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. കാര്യം ഇതിനകത്ത് ഒരു വലിയൊരു ചിന്തയുണ്ട്. ഞാനിത് ഈ AI കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറയാവുന്ന ഒരു ഡിസ്ക്ലെയിമർ ഇതാണ്: നിങ്ങൾ AI ഒരുപാട് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ പ്രശ്നമുണ്ട്, നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കുറയും. ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് യുവർ ബ്രെയിൻ. തീർച്ചയാണ്, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ പറയണല്ലോ. അതായത് നമ്മൾ എല്ലാ കാര്യത്തിനും AI ഡിപ്പെൻഡ് ചെയ്യും, AI ബേസ് ചെയ്തിട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഈസ് ഗോയിങ് ലൈക്ക് എനിത്തിങ്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും. കാര്യം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ബ്രെയിന് വർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തൊരു സാധനം ഉപയോഗിക്കുന്നില്ലെങ്കിൽ
ആ സാധനം നശിച്ചു പോകും. ഇപ്പം ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം നമ്മുടെ മെമ്മറി പവർ ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് മെമ്മറി ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ ബ്രെയിന് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല. വി ഡോണ്ട് നീഡ് ടു ഡു ദാറ്റ്. എത്ര പേർക്ക് സ്വന്തം നമ്പർ അറിയായിരിക്കും? അതല്ല, ഇപ്പൊ ഒരു അച്ഛന്റെയോ അമ്മയുടെയോ ചേച്ചിയുടെയോ ചേട്ടന്റെ എല്ലാവരും നമ്പർ കാണാപ്പാടം അറിയുന്ന എത്ര പേരുണ്ട്? വളരെ കുറവായിരിക്കും. ഭാര്യയുടെ പോലും നമ്പർ അറിയാത്ത ആൾക്കാരാണ് നമുക്കുള്ളത്. കാര്യം എന്താണ്? ഒരു ക്ലിക്കിൽ ഈ സാധനം കിട്ടും. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിക്കാം, മൊബൈൽ ഫോൺ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി, എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? കാരണം ഇറ്റ്സ് സംതിങ് ഗോയിങ് ടു ബി ദ ഡേഞ്ചറസ്. കാരണം നമ്മുടെ ബ്രെയിനിൽ ഒരു സെക്കൻഡ് പോലും ഡിപ്പെൻഡൻസി ഇല്ലാത്ത ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എങ്കിലും നമുക്കിതിനെ യൂസ് ചെയ്യാതെ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ആളുകൾ വളരെ ക്വൈറ്റായിട്ട് ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യും, ക്വൈറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ അയ്യോ ഞാൻ ഉപയോഗിക്കില്ല, ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം, ആളുകൾ മുന്നോട്ട് പോകും. ഇപ്പം ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, ഇപ്പം നിങ്ങൾ ഇതിനകത്ത് മിക്കവാറും എല്ലാവരും ജോലി കിട്ടിയ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു പിള്ളേർ സെറ്റ് ആരുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പണ്ടൊരു ബയോഡാറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു, ഇല്ലേ? നമുക്കൊരു ബയോഡാറ്റ ഉണ്ടാക്കാനായിട്ട് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഒരാളെ ടൈപ്പ് റൈറ്റിംഗിൽ പോകണം, അടിക്കണം. ആ ചേച്ചിയുടെ ഇംഗ്ലീഷ് തെറ്റായിരിക്കും, നമ്മൾ അടിക്കണതിൽ കുറെ ഇംഗ്ലീഷ് തെറ്റുണ്ടായിരിക്കും. ഇന്നൊരു ബയോഡാറ്റ ഒക്കെ ഉണ്ടാക്കാനായിട്ട് എന്ത് എളുപ്പമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ലെറ്റർ അയക്കണം. ഇപ്പൊ ഇവിടെ ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് ഏത് മേഖലയാണ് യൂസ്ഫുൾ ആവണേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഞാൻ അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ. കാര്യം ഞാൻ ഏത് മേഖലയെ കുറിച്ച് വേണമെങ്കിലും പറയാം. ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന ഒരു മേഖല ഞാൻ പറയാം. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു കോച്ച് പോലെ നമുക്ക് എഐനെ ഉപയോഗിക്കാം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ? നമ്മുടെ ലൈഫിൽ ഒരു കോച്ചിനൊക്കെ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ എന്തോരം പൈസ വേണം? ആരെങ്കിലും ലൈഫിൽ എഐനെ ആരെങ്കിലും കോച്ചായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? എനിവൺ? ഞാൻ നല്ല ഫ്രണ്ടായിട്ട് ഉപയോഗിക്കാറുണ്ട് സർ. ചാറ്റ് ശര, ജിബി എന്തെങ്കിലും അത് വിഷമം കുറച്ച് ഡേഞ്ചറാണ്. അത് വിഷമം വരുമ്പോ അല്ല, വേറെ ആരും സത്യമായിട്ട് പറയാനില്ല, ചാറ്റ് ജിബിയോട് ആണാണ്. പറയും, ആ അതെനിക്ക് പറയും. വേഗം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ചാറ്റ് ജിപിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? സത്യം പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് എഐന്ന് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, എഐ പറയും മേഘ നീ പറയുന്നത് വളരെ ശരിയാണ്. ഇല്ലേ? കേട്ടിട്ടുണ്ടാവും മേഘ? അങ്ങനെ പറയാറുണ്ട്. അതാ പറഞ്ഞത്. എന്ത് പൊട്ടത്തരം പറഞ്ഞാലും എഐ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയൂ, നീ പറയുന്നത് വളരെ ശരിയാണ്. നിങ്ങൾ ഒന്ന് ആലോചിക്കും, നമ്മുടെ ലൈഫിൽ ആരെങ്കിലൊക്കെ നമ്മൾ പറയുന്നത് ശരിയാണെന്ന് പറയാൻ നമ്മൾ എന്തോരം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറയണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഓ നീ പറയുന്നത് വളരെ ശരിയാണ്, എന്നാലും നമുക്ക് ഇങ്ങനെയും കൂടി ഒന്ന് ചിന്തിച്ചാലോ എന്നാണ് എപ്പോഴും പറയാം. അപ്പം നമുക്ക് ഫ്രണ്ടായിട്ട് ഉപയോഗിക്കാം, എന്താ പറയാ, നമ്മളൊരു ഗൈഡായിട്ട് ഉപയോഗിക്കാം. എനിക്ക് പക്ഷെ നമുക്ക് ഉപയോഗിക്കാവുന്നതിൽ പല ആളുകളെയും ഇന്നാളെ ഒന്ന് രണ്ട് ഞാൻ റീൽസ് കണ്ടു. ലൈക്ക് ഒന്ന് രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് എയോട് പറഞ്ഞിട്ട് അവസാനം അവരെ പിന്തിരിപ്പിച്ച കേസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ എയോട് പറയണ ഓക്കെ ഞാൻ ഗോയിങ് ടു ഡൈ. ഇതിപ്പോ നേരെ തിരിച്ചു വരുന്ന പറയണേ, ലൈക്ക് പലവരെയും കൊല്ലാനായിട്ട് പ്രേരിപ്പിക്കും. ആത്മഹത്യ ചെയ്തോ, ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പൊ ഒരു ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് കാണിച്ചു തരാം, നമുക്ക് ലൈഫിൽ ഉപയോഗിക്കാവുന്ന എന്നെ. ഓക്കെ, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് എ കാണാന്ന് വിചാരിക്കണം. ഇവിടെ one second. ഞാൻ കാണിക്കാവുന്ന ഒരു സാധനം വെച്ചാൽ ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഇതൊരു ചാറ്റ് ജിപിറ്റിയുടെ ഒരു സാധനമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കും. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ? ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും സിമ്പിൾ ആയിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കാം, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ലൈഫിൽ സക്സസ് ആവാൻ തീരുമാനിക്കുന്നു, അതല്ലെങ്കിൽ ജോലിയിൽ കുറച്ചും കൂടി നന്നാവാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരാവശ്യം, പണ്ടൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഒരാളോട് ഒന്നും ഒരു കാര്യം ചോദിക്കാനായിട്ട് നമുക്ക് നല്ല ആൾക്കാർ അറിയില്ല, ആൾക്കാരെ തപ്പി പിടിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇപ്പം നമ്മളിങ്ങനെ വെറുതെ ചോദിക്കാം. ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം ഹെൽത്ത് ആണല്ലോ. അപ്പം നമുക്ക് വെറുതെ ചോദിക്കാം, ഇന്ന് വിളിക്കണമെന്നൊന്നും നിർബന്ധമില്ല. കുഡ് യു പ്ലീസ് ആക്ട് ആസ് മൈ ഹെൽത്ത് കോച്ച്?
കണ്ടോ? ചോദിക്കുമ്പോ പറഞ്ഞത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അബ്സല്യൂട്ട്ലി ഐ ക്യാൻ ആക്ട് ആസ് യുവർ പേഴ്സണൽ കോച്ച്, ഹെൽപ്പിംഗ് ടു ബിൽഡ് സസ്റ്റൈനബിൾ അറൌണ്ട് വെയിറ്റ് മാനേജ്മെന്റ്, ന്യൂട്രീഷൻ, എക്സസൈസ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ഹെൽത്ത് കോച്ചിന് അപ്പോയിന്റ് ഉണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? കണ്ട, ഇപ്പൊ ഇതിനകത്ത് അവർ കൃത്യമായിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ വെറുതെ ഒരു ചെറിയൊരു സാധനം ചോദിച്ചോളൂ. ഇവിടെ ചോദിക്കണണ്ട, നിങ്ങളുടെ വയസ്സ് എത്രയാ, ഹൈറ്റ് എത്രയാ, കറന്റ് വെയിറ്റ് എത്രയാ, എത്ര വെയിറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത് കോച്ചിങ് പ്ലാൻ തരും, എക്സസൈസ് എന്ത് ചെയ്യണം, ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളോട് പറയും. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ല. അപ്പോ പിന്നെ വെറുതെ ഒന്ന് ചോദിക്കുക, ChatGPT, എനിക്ക് ഷുഗർ കൂടുതലാണ്, എൻ്റെ ഷുഗർ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്, മരുന്ന് കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, മരുന്ന് കഴിക്കാതെ എങ്ങനെ ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് എൻ്റെ ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തരാമോ? ഞാനത് മലയാളത്തിലാണ് പറഞ്ഞ കേട്ടോ. അത് തീർച്ചയായും ഹെൽത്ത് കോച്ചായി ഞാൻ നിങ്ങളെ സഹായിക്കാം. ശരി, പ്രധാനം മരുന്ന് സ്വയം നിർത്തും സുരക്ഷിതമല്ല. ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ചിലരിൽ ഭക്ഷണം മരുന്നില്ലാതെ ഷുഗർ നിയന്ത്രിക്കാനോ നേടാനോ കഴിയും. എന്നാൽ അത് വ്യക്തിയുടെ നമുക്ക് ലക്ഷ്യം വെക്കാം. മരുന്ന് വേണ്ട എന്നതിനേക്കാൾ നല്ല ലക്ഷ്യം എന്റെ ഷുഗർ സുരക്ഷിതമായ നോർമൽ ടാർഗറ്റ് ലെവൽ എത്തിക്കുക. മരുന്ന് പിന്നീട് കുറയ്ക്കാവുന്നതെന്ന് നിങ്ങളുടെ ഡോക്ടറുമായി. പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കുക, അരിച്ചോറ് കുറയ്ക്കുക, പ്രോട്ടീൻ ഓരോ മീലിലും വേണം, പച്ചക്കറി കൂടുതൽ വേണം, പഴം കഴിക്കുന്നവർ പോർഷൻ ശ്രദ്ധിക്കുക, ഫ്രൂട്ട് ജ്യൂസ് വേണ്ട, ഭക്ഷണത്തിന് ശേഷം നടക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്, പ്രത്യേകിച്ച് 10-15 മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ് ഒരു നല്ല എടുക്കാം. ആഴ്ചയിൽ കുറഞ്ഞ 150 മിനിറ്റ് മോഡറേറ്റ് ഫിസിക്കൽ വെയിറ്റ് ലോസ് വളരെ പ്രധാനമാണ്. പക്ഷെ ആദ്യം നിങ്ങളുടെ നമ്പർ വേണം. എനിക്ക് നിങ്ങളുടെ നമ്പേഴ്സ് വേണം. ഓക്കെ, ഫാസ്റ്റിംഗ് ഷുഗർ, ഫുഡ് കഴിച്ചത്, ഇതൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് മുഴുവനും നിങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു. കാര്യം ഇത് നിങ്ങൾക്ക് ഡേറ്റ് വെച്ച് റിമെമ്പർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റി നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കട്ടാ, നിങ്ങളിത് ചിന്തിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ദിവസം നിങ്ങളിപ്പോ ഒരു കലോറി എത്ര വേണം കഴിക്കണമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഇത് കറക്റ്റ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞത്. ഇപ്പൊ ChatGPT, ഞാൻ ഇന്ന് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മിനിറ്റ്, ഇത് ടൈപ്പിംഗില് ഇത് നമ്മളോട് സംസാരിക്കും കേട്ടോ. സംസാരിക്കാവുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ക്ലിക്ക് ചെയ്യാം. ഇത് നിങ്ങൾ ഈ കാണുന്നൊരു ഇതുണ്ടല്ലോ, കണ്ടോ? അപ്പൊ ഒരു ബ്ലൂ കളർ കണ്ടോ? ബ്ലൂ കളർ, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ഇത് നമ്മുടെ ഒരു നോർമൽ ടൈപ്പിംഗ് പോലെ വരും. ഇവിടെ ChatGPT, ഞാൻ ഇന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് രാവിലെ 2 ദോശയും ചമ്മന്തിയുമാണ്, ഉച്ചയ്ക്ക് ബീഫ് കറിയും പൊറോട്ടയുമാണ്, അതുപോലെ തന്നെ വൈകിട്ട് ഒരു സ്നാക്ക് റെഗുലറായിട്ട് എനിക്കുള്ളതാണ്, പഴംപൊരിയോ വടയോ ഒക്കെ കഴിക്കും, ചായ നിർബന്ധമാണ്, പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കണം, ഡിന്നറിനും ചോറും തൈരും കോഴിക്കറിയും ഒക്കെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു നല്ല ഡയറ്റ് ആണോ, അതോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും? നോർമലി നമ്മുടെ ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഒരു കോച്ചിനോട് ചോദിക്കുന്ന പോലെ നമുക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞതൊക്കെ ഇവിടെ വരുന്നത്. ഭക്ഷണം മോശം ഡയറ്റ് അല്ല, പക്ഷെ ഷുഗർ കുറയ്ക്കണമെങ്കിൽ ഇതിൽ ചില മാറ്റങ്ങൾ പ്രധാനമാണ്, പ്രത്യേകിച്ച് പൊറോട്ട, പഴംപൊരി, വട, പഞ്ചസാര, ചായ. ഹലോ, എന്നോടാണോ? അല്ല, ഓക്കെ. ഉച്ചയ്ക്ക് ബീഫ് കറി, പൊറോട്ട, ഇവിടെയാണ് ഏറ്റവും വലിയ മാറ്റം വരുന്നത്. 2-3 പൊറോട്ട ഒഴിവാക്കി ഒരു പൊറോട്ട എന്നതിലുപരി കഴിയുമെങ്കിൽ പൊറോട്ടയ്ക്ക് പകരം ചെറിയ അളവിൽ ചോറ്, ധാരാളം പച്ചക്കറി, ബീഫ് കറി എന്നതൊക്കെയാണ് നല്ലത്. വൈകുന്നേരം പഴംപൊരിയുടെ പഞ്ചസാര, ഇത് രണ്ടാമത്തെ വലിയ പ്രശ്നം. ഇത് ദിവസവും വേണ്ട. പഴംപൊരിയും വടയും ഡീപ് ഫ്രൈഡ് ആയതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതാണ്. പകരം ഒരു മുട്ട, ചെറിയ കടല, ചായയിൽ പഞ്ചസാര വേണമെന്ന് ഞാൻ മനസ്സിലാക്കി. പെട്ടെന്ന് പൂർണ്ണമായി നിർത്തേണ്ടതില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് അല്ല, ഇതിനകത്തൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ. ChatGPT പറഞ്ഞു ഇത് കഴിക്കാം, പക്ഷെ ചോറ് ചെറിയ പോർഷൻ കൂടെ, ചെറിയ ഇളയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ലൈഫിൽ ഞാൻ എല്ലാം എനിക്ക് കാണിച്ചു തരാൻ പറ്റൂല, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ChatGPTയോട് ഒരു സുഹൃത്തിനെ പോലെയോ ഒരു കോച്ചിനെ പോലെയോ ഒക്കെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നേടിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഇതെല്ലാം അതിന് ഓർമ്മയുണ്ടാവും. നിങ്ങളുടെ ഒരു ലോഗിൻ ഐഡിയിൽ നിന്ന് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഇതിന് മെമ്മറിയിൽ ഉണ്ടാവും. ഇത് പിന്നീട് നിങ്ങളെ പറ്റി ഒരു അനലൈസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു കുറെ
ഇൻസ്റ്റയിലൊക്കെ കുറെ പ്രോംപ്റ്റ് ഉണ്ട്. ആ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചാറ്റ് GPT പറയുമെന്ന് പറഞ്ഞത് ഇങ്ങനെ ഡാറ്റ അത് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഈ ചോദിക്കുന്ന ഡാറ്റ സത്യം പറഞ്ഞാൽ എനിക്ക് ഷുഗർ ഇല്ല, പക്ഷെ ഇപ്പൊ ഇത് ചാറ്റ് GPT വിചാരിക്കും എനിക്കിപ്പോ ഷുഗർ ഉണ്ടെന്ന്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ്, പക്ഷെ ചാറ്റ് GPT ഷുഗർ ഉണ്ടെന്ന് വിശ്വസിക്കും. ഇതിനേക്കാളും വലിയ AI ചെയ്യുന്ന ഒരു ചതിയുണ്ട്. ചതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നു, എന്റെ അടുത്ത് മൊബൈലുണ്ട്, നിങ്ങൾ മൊബൈലിലാണ് ക്ലാസ് കേൾക്കുന്നത്, നിങ്ങളുടെ ഗൂഗിൾ ചേട്ടൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്ന ഒരു 90% സജഷൻസും ഒരാളിരുന്ന് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഗൂഗിളിനെതിരെ ഒരുപാട് കേസും അമേരിക്കയിലെ കുറെ ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. ഗൂഗിൾ ഇങ്ങനെ കേൾക്കാൻ പാടില്ല അങ്ങനെയുള്ള ഓപ്ഷൻസുകൾ. പക്ഷെ ദേ വിൽ ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ബിസിനസ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണം, എനിക്ക് ഒരു ഐഫോൺ വേണം, അല്ലെങ്കിൽ ഞാൻ ഐഫോൺ മേടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ ഐഫോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമോ, അതല്ലെങ്കിൽ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളുടെ ഗൂഗിളിലെ പരസ്യത്തിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എന്തിനേറെ എവിടെയും ആ ഒരു സാധനവുമായി ബന്ധപ്പെട്ട് അത് വിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം ഒരു ആഡ് തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, എവറിഥിങ് ഈസ് ബീങ് ലിസൺ. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ പോലും ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ വേറൊരു സാധനം നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് കുറെ പേർക്ക് അറിയാൻ വഴിയില്ല. ഇപ്പൊ നിങ്ങൾ ഒരു മിനിറ്റ് ഷെയർ ചെയ്യാം. സാർ അതില് പിന്നെ ഹലോ ഹലോ, ഞാന് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. മിഷ പറഞ്ഞോളൂ. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ചിലപ്പോ നമ്മള് പേഴ്സണൽ വിഷയങ്ങളിൽ പിന്നെ എന്റെ വിഷയം എന്ന് പറയാതെ ഇങ്ങനെ ഒരാള് പരാതി പറഞ്ഞിരുന്നു, അയാൾക്ക് എങ്ങനെയാണ് പരിഹാരം കൊടുക്കുക എന്നാണ് എനിക്ക്. ഇതിലേതാ മിഷാബ്, താങ്ക് യു, ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചോണ്ടിരുന്നത് അത് പുതിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിൽ കുറെ പേര് ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കൂടുതലും അത്യാവശ്യം ഒരു മധ്യവയസ്കലോ അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പൊ ചെറുപ്പക്കാരെ പിള്ളേർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ഇന്റർവ്യൂസ് ഇപ്പൊ നടക്കുന്നത് ചാറ്റ് GPT അല്ലെങ്കിൽ AI റോബോട്ട്സ് ആണ് ഇന്റർവ്യൂ എടുക്കുന്നത്. ഈ കേൾക്കുന്നവന് പോലും മനസ്സിലാവില്ല AI റോബോട്ടാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഒരു CV അയച്ചു കൊടുക്കുമ്പോൾ ആ CVയിൽ നിന്ന് അവൻ അഡ്രസ്സൊക്കെ പറ്റി നമ്മുടെ ഇൻസ്റ്റ ഐഡിയും നമ്മുടെ ഫേസ്ബുക്ക് ഐഡിയും അതുപോലെ തന്നെ സകലമാന സാധനവും തപ്പിയെടുക്കും. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും കൃത്യമായിട്ട് ആ ബോട്ടിന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോയി ചെക്ക് ചെയ്യാനും അത് കൃത്യമാണോ എന്ന് തിരിച്ചറിയാനും ഒക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു പവർഫുൾ ഒരു സംഭവമുണ്ട്. ഇതിന്റെ ഡേഞ്ചർ പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡേഞ്ചർ പറയാം. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇതിനെ എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു മാർഗം നിങ്ങളെ കാണിച്ചു തന്നു. എന്താണ് ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ഇതിന്റെ നമുക്ക് അടുത്ത ക്ലാസ്സിലും കുറെ കൂടി ഡിസ്കസ് ചെയ്യാം. ഇതിനെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിൽ വളരെ നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമുക്കിപ്പോ ഒരു ബിസിനസ് ഐഡിയ, ഇതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഇതിനോട് ചോദിക്കാം, ലൈക്ക് നമുക്ക് ഞാനിപ്പോ ജോലിയാണ് ചെയ്യുന്നത്, എനിക്ക് എന്തെങ്കിലും പറയാം, മിഷാബ് പറഞ്ഞ പോലെ ഇറ്റ്സ് ഫോർ മൈ ഫ്രണ്ട്. അല്ല, എന്തിനാ ഞാൻ ടൈപ്പ് ചെയ്യുന്ന ചോദിക്കാലോ. ചാറ്റ് GPT, എന്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹം ഇപ്പോ ജോലി ചെയ്യാണ്, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ലോ ഇൻവെസ്റ്റ്മെന്റിൽ പൈസ കുറച്ച് എന്ന പ്രോഫിറ്റ് അത്യാവശ്യം നന്നായിട്ട് കിട്ടാവുന്ന രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സഹായിക്കാവോ? അവർക്ക് എന്ത് ഉപദേശമാണ് എനിക്ക് കൊടുക്കാൻ പറ്റുക? ചാറ്റ് GPT എന്നുള്ളത് അങ്ങനെയായിട്ട് എന്തായാലും അത് ചിന്തിക്കുന്നുണ്ട്. ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, തീർച്ചയായും. പക്ഷെ അതിനൊരു കാര്യം പറയാം, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വളരെ കൈകൂറും എന്നൊരു ഗ്യാരണ്ടീഡ് ബിസിനസ് ഇല്ല. കുറഞ്ഞ ക്യാപിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ലത് സ്റ്റോക്ക്. എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഓപ്ഷൻസ്: ലോക്കൽ ബിസിനസ്, ഡിജിറ്റൽ സർവീസ്, ചെറിയ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, ക്ലിനിക്സ്, ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ തുടങ്ങിയ കൈകാര്യം ചെയ്യുക. ലാപ്ടോപ്പ് ഫോൺ തന്നെ കൊണ്ടു തുടങ്ങാം. സ്കില്ലുണ്ടെങ്കിൽ മാർജിൻ നല്ലതായിരിക്കും. വീട്ടിൽ നിന്ന് ഫുഡ് ബിസിനസ് ചെയ്യുക, ക്ലീനിങ് മെയിൻ്റെനൻസ് സർവീസ് ചെയ്യുക, B2B സപ്ലൈ, റീസെല്ലിംഗ്, AI ഓട്ടോമേഷൻ സർവീസ് ഫോർ സ്മോൾ ബിസിനസ്.
നോക്ക്, നിങ്ങൾക്ക് എത്ര അധികം ബിസിനസ് ഐഡിയ തരുന്നത്, നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തിട്ട് ഇത് എങ്ങനെ തുടങ്ങണേ, എന്താ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. അതാണ്, നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ വെച്ച് ഉപയോഗിക്കുക. ഒരു ഐഡിയ കിട്ടി, ഓക്കെ, ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എന്താണ് ഇതിനകത്ത് കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ChatGPT പറഞ്ഞു പറഞ്ഞ് പോയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോയി കുഴിച്ചാടും. കാര്യം അതിന്റെ അടിയിൽ തന്നെ, എനിക്ക് തോന്നുന്നു, നിങ്ങൾ ഒരു മിനിറ്റ്, അതിന്റെ അടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു സാധനം കാണിച്ചില്ല, അത് ആരെ എത്ര പേര് വായിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വായിച്ചാ ChatGPT can make mistakes, check important info. ChatGPTക്ക് തെറ്റ് വരുത്താം, അല്ലെങ്കിൽ ജെമിനിക്ക് തെറ്റ് വരുത്താം. അത് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അങ്ങനെ തന്നെ അപ്പാടെ വിഴുങ്ങാണ്ട് നമ്മളത് ചെക്ക് ചെയ്യണം. ഇത് ശരിയാണോ തെറ്റാണോ, ഇതിനകത്തോട് പോകണമില്ല, എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു ChatGPT നമ്മുടെ ഡെയിലി ലൈഫിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളും ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഷോപ്പിങ്ങിലൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സജഷൻസ് ഒക്കെ വരും, ഇത് മേടിക്ക് അത് മേടിക്ക് എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാല് ഇതെല്ലാം നമ്മളെ കൊണ്ട് മേടിപ്പിക്കുക ഒരു ബിസിനസ് മോഡലിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഓവർ ഡിപ്പെൻഡന്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ചില ആളുകളുണ്ട് ഈ എന്താ പറയാ, എല്ലാ കാര്യവും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കേസ് വെച്ചാല് ഈ ഡാറ്റ എന്ന് പറയുന്നത് നമ്മളെ പോലെ ബുദ്ധിയുള്ള വിവരമുള്ള ആളുകളൊക്കെ കണ്ടുപിടിച്ചതും പിടിച്ചുകൊണ്ടിരിക്കുന്നതും ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മുടെ ബ്രെയിൻ സ്റ്റിൽ വി ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ക്രിയേറ്റീവ് ഐഡിയാസ്. ഇപ്പൊ ഇതിനകത്ത് ChatGPT കാണിക്കുന്ന ഒരു ആശയവും പുതിയതായിരിക്കില്ല. ആളുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് ഈ മെഷീൻ ലേണിംഗിലൂടെ ഇവരെ പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വേണം. ഞാൻ ഇത് രസകരമായ ഒരു കാര്യം കൂടി കാണിച്ചിട്ട് നിങ്ങൾക്കറിയാലോ, എന്റെ 1-2 പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ChatGPTക്ക് ഇപ്പം, ChatGPT അല്ല, AI-ക്ക് ഇപ്പോ എന്താ പറയാ, സുഖമായിട്ട് ക്രിയേറ്റീവ് മേഖലയിൽ പാട്ടുണ്ടാക്കാനും പറ്റും എന്നുള്ളത് നിങ്ങൾക്കറിയാം. നോർമലി ഇപ്പൊ ഞാനൊക്കെ എന്റെ കുറെ പാട്ടുകൾ ഇപ്പോ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പാട്ടുകള്, ഞാൻ സുനോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ആപ്പിൽ മ്യൂസിക് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ 1-2 നിങ്ങൾക്ക് അയച്ചു തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഷൈമിനിക്കോ ഒക്കെ അയച്ചുതരാം. ഞാൻ എഴുതി AI മ്യൂസിക്കിന്റെ പാട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചതെന്ന് വെച്ചാല്, ഇത് ഒന്നുമില്ലാതെ നമുക്ക് പാട്ടുകള് ഒരു സാധനം വേണ്ട, ക്രിയേറ്റിവിറ്റി ഒന്നും വേണ്ട, പക്ഷെ കേൾക്കാനും അത്രയ്ക്ക് വലിയ രസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുതരാം. നിങ്ങൾക്കൊക്കെ ഒരു സാധനം ഉണ്ടാക്കണം. നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്നവരാണെങ്കിൽ എഴുതാൻ അറിയാൻ പറ്റും. അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ChatGPT ചോദിക്കുക. എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മലയാളത്തിൽ പറയാലോ. ChatGPT ഒരു 5 ലെയർ, 4 8 ലെയർ, സോറി വേണ്ട, അത് വേണ്ട. ChatGPT ഒരു 30 സെക്കൻഡ് ഉള്ള ഒരു പാട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മലയാള മെലഡി ഗാനം എനിക്കൊന്ന് എഴുതി തരാമോ? ഇത്രയും ചോദിച്ചാൽ മതി നിങ്ങള്. നീയൻ സ്വപ്നം, ഇത്. അപ്പൊ നമുക്ക് ഒരു പാട്ട് കിട്ടി. നീയൻ സ്വപ്നം, നീയൻ സ്നേഹം, നീ ഇല്ലെങ്കിൽ ഈ ഹൃദയം തേടും നിന്നെ എന്നും, നിൻ പുഞ്ചിരിയിൽ പൂക്കും വസന്തം, നിൻ സാന്നിധ്യം മാത്രം എന്റെ ജീവന്റെ സംഗീതം, നീയൻ സ്വപ്നം നീയൻ സ്നേഹം. ഈ പാട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഒരു മിനിറ്റ്, ഇത് സ്കോപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു സാധനം തുടങ്ങാണ്. ജെമിനി. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാൻ വെക്കണം. ഇത് ഇങ്ങനെയല്ല വരാറ്. പ്ലീസ് ക്രിയേറ്റ് എ മ്യൂസിക്
video with the pillows. ഒന്ന് വെയിറ്റ് ചെയ്യാം. തയ്യാറായിട്ടുണ്ട്. അത് എവിടെയാണ് കാണാനല്ലോ. ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഇടയ്ക്ക് എന്തോ ടൈപ്പ് ചെയ്തോണ്ട് പറ്റുന്ന നമ്മുടെ ഓക്കെ 30 ട്രാക്ക്. ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ ഇതിന്റെ സൗണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്യട്ടെ. എന്തായി നോക്കാം. ഇത് നമുക്കിപ്പോ ഇതുപോലെ വരികൾ എഴുതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയം പറഞ്ഞാൽ കൃത്യമായിട്ട് അത് വരികൾ എഴുതി പാട്ടൊക്കെ എഴുതി തരും. അപ്പം അത് ഞാൻ പറഞ്ഞാല് മ്യൂസിക്സ് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇന്നലെ ഞാൻ ഞങ്ങളുടെ പ്രമോ സോങ് ഒക്കെ ചെയ്തു. ഞങ്ങളുടെ ഒരു ഇറാമിന്റെ ഒരു പ്രമോ സോങ് ഒക്കെ ഞാൻ സോനോ എ വെച്ചിട്ട് ചെയ്തു. നോക്കി, നമ്മൾ ആവശ്യപ്പെട്ട ഗാനം തയ്യാറാക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നു കരുത്. ഇനി എന്തെങ്കിലും സഹായം വേണം ചോദിക്കുമല്ലോ. നീയൻ സ്വപ്നം നീയൻ സ്നേഹം നീയില്ലെങ്കിൽ. കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയാമോ? കേൾക്കുന്നുണ്ട്. ഈ ഹൃദയം തേടും നിന്നെ എന്നും. നീയൻ സ്വപ്നം നീയൻ സ്നേഹം. 30 സെക്കൻഡ് കിട്ടുള്ളൂ, ബാക്കിയുള്ള വരികൾ വന്നില്ല. സോ ഇതുപോലെ ഇതിപ്പോ സുനോ ആപ്പിലൊക്കെ ആണെങ്കിൽ എന്താ പറയാ ഒത്തിരി കേൾക്കും. ഞാനിപ്പോ എൻ്റെ ഒരു ഇത് നിങ്ങൾ എന്റെ സ്റ്റാറ്റസ് തന്നെ ഉണ്ടാവും. എന്റെ ഒരു പാട്ടാണ്. ഓരോ പൂവിലും നിറയും മധുരമേ തരുമോ നിന്നെ അല്പം. ഏറെ അലഞ്ഞു ഞാൻ നിന്നിൽ അലിഞ്ഞിടും ഒരു ചിത്രശലഭമായി ഞാൻ. ഈ പാട്ട് ഇത് എന്റെ വരികളാണ്. ഞാനത് വെച്ചിട്ട് മ്യൂസിക് ചെയ്തതാണ്. എൻ്റെ ഒരു കസിൻ എനിക്ക് ചെയ്താണ്. ഇപ്പം എങ്ങനെ ഞാൻ പറഞ്ഞാല് ഒരു അനന്ത സാധ്യതയാണ്. എൻ്റെ ഒക്കെ ഒരു ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ആ ഒരു എന്താ പറയാ എന്റെ പാട്ടൊക്കെ ഒന്ന് കേൾക്കണം എന്നുള്ളൊരു, നമ്മൾ എഴുതിയ വരികളൊക്കെ ഒന്ന് മ്യൂസിക്കായി കേൾക്കണം എന്നുള്ളത്. അതും സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യാനുള്ള കാശൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ സ്വപ്നമൊക്കെ വെച്ചു. ഇതും കൂടി ഒന്ന് ജസ്റ്റ് കേട്ടിട്ട് ഞാനൊന്ന് അവസരം. ഇതും എൻ്റെ ഒരു വരികളാണ്. അപ്പം അയ്യോ ഒരു മിനിറ്റ്. ഇതെന്റെ ലേറ്റസ്റ്റ് ആണ്. ഇപ്പൊ ഞാനിതിപ്പോ സത്യം പറഞ്ഞ പഠിച്ചതിന് ശേഷം ഇപ്പൊ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. ഒരു മിനിറ്റേ ഉള്ളൂ. നീ എനിക്കാര് മഴയോ ഇളം ചൂട് നൽകും പുതപ്പോ
പോ ഹൃദയ ചഷകം നിറക്കും വീഞ്ഞോ കുളിരു നൽകും ഇളം മഞ്ഞോ നിന്മേനി ഞാൻ തഴുകിയ നേരം കനകാന്തിപ്പോൾ ഞാൻ ജ്വലിച്ചു എന്നധരം നിന്നധരമധുനുകർന്ന നേരം അനുഭൂതി ദേവലോകം പുൽകി സിരകളിൽ നുരയുന്നു നീയാം ലഹരി ധമനികളിൽ നിന്ദ്രാഗസ്പന്ദനം ഒഴുകുന്നു നീ എന്നിൽ സ്നേഹപ്പുഴയായി അലിയുന്നു ഞാൻ നിന്നിൽ അനന്തമായി. ഇതിലൊക്കെ എന്ന് വെച്ചാല് എന്റെ വരികൾ കൊടുത്തു. അത് AI മ്യൂസിക് ചെയ്ത് തന്നു. ആള് പാടി. പാടിയതല്ലേ ഇത്? മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. സാർ ഇത് ഞാൻ പാടിയിരുന്നില്ലേ ഇത്? പാടിയതല്ല. ഇത് അല്ല, പാടിയതെന്ന് കഴിഞ്ഞ ഓർമ്മയില്ല. പക്ഷെ പ്രാവശ്യം AI ആണ് ചെയ്തത്. അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ സാർ ഇത് എനിക്ക് തോന്നുന്നുണ്ടാവും. എന്തോ അല്ല, ഇതുപോലെ ഞാൻ പറഞ്ഞപ്പോ പ്രമോ സോങ് എന്ത് വേണമെങ്കിലും നമുക്കിപ്പോ AI ഉപയോഗിച്ച് ചെയ്യാം. 6:31 താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാസ്സിൽ നടത്താം. ഓവർ ടു യു ശ്രീഷ്മ. സോറി ഫോർ ദ ഡിലേ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഇന്ന് നമുക്ക് വളരെ റെലവെന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് AI. അപ്പോൾ ഫീഡ്ബാക്ക് പറയാനായിട്ട് ടീം മെമ്പേഴ്സിനെ വെൽക്കം ചെയ്യുന്നു. നന്നായിട്ടുണ്ട് സൂപ്പർ. പിന്നെ ഈ നമ്മളെ ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. അതുപോലെ തന്നെ ഫോട്ടോസ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ കാശ്മീരിൽ ഇതുപോലെ ആക്കാം. അപ്പൊ അവര് കോട്ടൊക്കെ ഇട്ടിട്ട് ഗ്ലാസ് കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് ആക്കി തരും. എല്ലാം ചെയ്യും. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഫിറ്റ് ആക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആക്കി മാറ്റാൻ അങ്ങനെയും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ സ്റ്റോറി എന്നെ കുറിച്ചൊരു ചെറിയ റിസൾട്ട് ഞാൻ ഇന്ന സംഭവമാണെന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ചെയ്താ പറഞ്ഞിട്ടല്ല, അടിപൊളി സ്റ്റോറി ആയിരുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജാതി സ്റ്റോറി. അതായത് ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ താപ്പി പൊടിച്ചെടുത്ത് വന്നിട്ട് 5 മിനിറ്റിന്റെ ഉള്ളിൽ സ്റ്റോറി ഉണ്ടാക്കി തരും. ഭയങ്കര സംഭവമാണ്. അപ്പൊ ഞാന് അതേപോലെ തന്നെ ഇന്നലെ എൻ്റെ ഒരു അറിയാലോ സുഹൃത്ത്, അവര് വെറുതെ രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടെടുത്തിന് ഫോട്ടോ നോക്കി. ഒരു രസത്തിന് വേണ്ടി ഉണ്ടാക്കിയ കേട്ടോ. നമ്മളെ ഷെരീഫാണ് ആള്. കാണില്ല? കാണുന്നുണ്ട് കണ്ടോ? സാറേ. കണ്ടായിരുന്നു സാറേ. അങ്ങനെയൊക്കെ ആക്കാം വേണമെങ്കില്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വേറെ ആരോടും പറയാതെ ചുമ്മാ ഇരിക്കുന്ന സമയം ഞാൻ ChatGPT വല്ലതുമൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് പിന്നെ അതിശയത് എത്ര നാള് കഴിയുന്നതിന് മുമ്പേ ചോദിച്ചത് അത് ഓർത്ത് വയ്ക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഡേഞ്ചറാ, അതുകൊണ്ട് വേണ്ടാത്ത കാര്യമൊന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞ് വിട്ടിട്ട് ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാ, അവർക്ക് എങ്ങനെ കൊടുക്കാം. ചില കുട്ടികളുടെ സ്വഭാവം മാറ്റാതെ എനിക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ChatGPT ചോദിക്കും എങ്ങനെയാ ഈ കുട്ടിയെ നേരെ കൊണ്ട്, അപ്പോഴൊക്കെ അത് ഉത്തരം തരുന്നു. അപ്പൊ വേറെ പെട്ടെന്ന് സാറ് പറഞ്ഞോളെ വേറെ പെട്ടെന്ന് ഒരാളുടെ ഉപദേശം ചെയ്യുന്ന മുമ്പേ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇതിനോട് ചോദിക്കാം. കൂടുതൽ പറഞ്ഞു തന്നതിന് ഒത്തിരി താങ്ക്സ്. നല്ലൊരു ക്ലാസ്. ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാനുള്ളത്? താങ്ക് യു ഓസ്റ്റിൻ സർ. സർ ആരുമില്ല. മ്യൂട്ടിലാണ്. പറയൂ. ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഇന്ന് നേരം വൈകിയല്ലോ.
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് എ ഐ എന്ന് പറയുമ്പം IT സെക്ടറിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ജോബ് കളയാൻ വേണ്ടിയിട്ട് വന്നൊരു ടൂളാണെന്നുള്ളത് പോലെ. പക്ഷെ അത് നമ്മളതിനകത്തേക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാനുവൽ എഫേർട്ട് കുറെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ എ ഐക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ഇൻപുട്ടും കൂടി കൊടുക്കാതെ എ ഐക്ക് തനിയെ പ്രവർത്തിക്കാനും കഴിയില്ല. അത് മനസ്സിലായി. പിന്നെ നമ്മൾ ഈ ഒരു യൂസ് ചെയ്യുന്ന ഓരോ ടൂളുകളും നമുക്കത് ബെനിഫിറ്റ് ആയിട്ടും എടുക്കാം, എന്നാൽ ചില സമയത്ത് അത് ഡേഞ്ചർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ എല്ലാ വിഷയത്തെ പറ്റിയും സാറ് വളരെ നന്നായിട്ട് തന്നെ ഇന്ന് എടുത്തു തന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. താങ്ക് യു സോ മച്ച്. ഞാൻ നമ്മുടെ ജോലി ചെയ്യാൻ പറ്റാതിരിക്കൂല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏത് എയർപോർട്ടിലായിരുന്നു, ഡൽഹി ആണോ അതോ ബംഗ്ലാദേശാണോ കൽക്കത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ തുടയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, തുടയ്ക്കുന്ന മെഷീൻ ഓട്ടോമാറ്റിക്കലി മെഷീനായി തുടയ്ക്കുന്നത്. പക്ഷെ അത് ഒരാളിരുന്നാണ് ഓടിക്കാറ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എയർപോർട്ടിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ആ എയർപോർട്ട് ക്ലീൻ ചെയ്യുന്നത് ഒരു AI ഡ്രിവൺ ഇതാണ്, ഒരു മറ്റേ മെഷീനാണ്. ആ മെഷീൻ തന്നെ മുന്നോട്ട് പോകും, തന്നെ താഴോട്ട് വരും. അതിന്റെ ഒരു ക്യാമറ വെച്ചിട്ടാണ് സെൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരാളെ പോലും ഇടിക്കില്ല. ഫ്രണ്ടിൽ ഒരാൾ വന്നാൽ അത് അപ്പം തന്നെ സ്റ്റോപ്പ് ആവും. അതിങ്ങനെ മെഷീൻ പോയി, മെഷീനൊക്കെ മറ്റേ വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അത് ക്യാമറ വെച്ചിട്ട് AI ഫുൾ ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പൊ മിക്കവാറും ആ എയർപോർട്ടിലെ ഒരു 10-20 തുടക്കാരുടെ പണി തീർന്നിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ബാത്റൂം കഴുകാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നോർമൽ സ്പേസിലുള്ള തുടയൊക്കെ ആ മെഷീൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ലെറ്റ്സ് സീ, നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ക്രിസ്ത്യൻ സാർ, താങ്ക് യു. താങ്ക് യു, ബൈ. താങ്ക് യു. Thank you, sir. Thank you all. ബൈ. Yes, sir. Thank you all.